ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും പെട്രോൾ ഡീസൽ വിലയൊക്കെ കൂടിയതിൻ്റെ സന്തോഷത്തിലിരിക്കായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും ഡെയിലി എന്ന കണക്കിൽ തന്നെ വില കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ആ വില കൊടുത്ത് ഡീസലും പെട്രോളും അടിക്കുകയും ചെയ്യും. വേറെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ കൂടുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഹർത്താലോ ഒക്കെ ഉണ്ടാവും. അതുപോലെ ഫേസ്ബുക്കിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഈ കൂടിയ വില, ഇന്ത്യയിൽ ഇത്ര വില, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ പോലും ഇത്രയൊക്കെ വില എന്നൊക്കെ പറഞ്ഞ് ചാർട്ട് കാണിച്ച് നമ്മൾ വെറുതെ അടികൂടും. പക്ഷെ അങ്ങനെ പറയുന്നവർക്ക് പോലും പ്രത്യേകിച്ച് ഒരു തെളിവൊന്നും പറയാനുണ്ടാവില്ല. സർക്കാരിനെ അനുകൂലിക്കേണ്ട ബാധ്യതയുള്ള ആളുകൾ അത് കള്ളക്കണക്കാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്തുണ്ടാവും. എന്തായാലും ഞാനൊരു ചെറിയ കണക്ക് പറയാം. ഒരു ട്രിപ്പ് പോയപ്പോൾ ഇന്ത്യയിൽ നിന്നും പിന്നെ തൊട്ടടുത്തുള്ള 2 രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഡീസൽ അടിക്കുകയുണ്ടായി. ഒന്ന് ഭൂട്ടാൻ, ഒന്ന് നേപ്പാൾ. അപ്പോൾ ആദ്യം പോയത് നേപ്പാളിലാണ്. നമ്മൾ സ്കോർപിയോ കൊണ്ടാണ് പോയത്. ഡീസലാണ് നമുക്ക് ആവശ്യം. 84 രൂപ 50 പൈസ നേപ്പാളി റുപ്പീസ് അവിടുത്തെ ഡീസലിന്റെ വില. ഡീസൽ इंडियन रुपीस कितना है? मुमकिन होता है 50 to 50 पैस. 52 रुपीस 50 पैस. ഓക്കെ. ഒരു നേപ്പാളി റുപ്പി 63 പൈസയാണ് ഇന്ത്യയുടെ. ആ കണക്ക് നോക്കുമ്പോൾ 11 ലിറ്ററാണ് നമ്മൾ അടിച്ചത്. 11 ലിറ്റർ ഡീസൽ, അതിന് 84 രൂപ 50 പൈസ നേപ്പാളി മണി വെച്ചിട്ട് 930 നേപ്പാളി റുപ്പീസ്. അത് നമ്മളെ കണക്കിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വരുന്നത് 582 രൂപയാണ്. ഈ ബില്ലിൽ വ്യക്തമായിട്ട് അത് കാണുന്നുണ്ട്. കറക്റ്റ് കണക്ക് പ്രകാരം നമുക്ക് 1 ലിറ്റർ ഡീസലിന് നേപ്പാളിൽ കൊടുക്കേണ്ടി വന്ന വില 52 രൂപ 90 പൈസയാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ ഒരു 2 ദിവസത്തിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ ഭൂട്ടാനിലെത്തി. വെസ്റ്റ് ബംഗാളിലെ ഭൂട്ടാനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാം ഭൂട്ടാനിൽ പോയിട്ട് ഡീസലും പെട്രോളൊക്കെ അടിച്ച് വരാറുണ്ടെന്ന് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടി തന്നെ നമുക്ക് ഇന്ധനം ആവശ്യമില്ലാഞ്ഞിട്ട് പോലും നമ്മൾ പമ്പിൽ കയറി. ഇന്ത്യയിലെയും ഭൂട്ടാനിലെയും കറൻസി സെയിം വാല്യൂ ആണ്. അവിടെ നമ്മൾ 1 ലിറ്റർ ഡീസലിന് കണ്ട റേറ്റ് 54.27 ഭൂട്ടാൻ മണി. ഡീസൽ 54 ഇന്ത്യ. അത് സെയിം ഇന്ത്യൻ മണി ആക്കിയാലും 54 രൂപ 27 പൈസ. 24.9 ലിറ്ററാണ് ഡീസൽ അടിച്ചത്. അതിന് വന്ന റേറ്റ് നമുക്ക് 1350 രൂപയാണ്. ഇന്ത്യൻ രൂപയിലും കറക്റ്റ് 1350 രൂപ തന്നെയാണ്. അപ്പോൾ നമുക്ക് വന്നത് ഒരു ലിറ്റർ ഡീസലിന് 54 രൂപ 27 പൈസ. അതായത് ഇന്ത്യക്ക് പുറമെ 2 രാജ്യങ്ങളിൽ നിന്ന്, ഒന്ന് നേപ്പാളിൽ ഡീസലിൻ്റെ വില 52 രൂപ 90 പൈസ, ഭൂട്ടാനിൽ 54 രൂപ 27 പൈസ. സെയിം ഇന്ത്യയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 76 രൂപ 51 പൈസയാണ് ഏറ്റവും കൂടിയ വില രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിലെ നോർത്തേൺ സൈഡിലുള്ള സിറ്റിയായ സിലിഗുരി എന്ന സിറ്റിയിൽ നിന്ന് ടാങ്കർ ലോറിയിൽ ബൈ റോഡാണ് ഈ 2 സ്ഥലങ്ങളിലേക്കും ഡീസൽ എത്തിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് അവിടെ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഈ 54-നും 52-നും ഒക്കെയാണ്. നമുക്കത് ഇവിടെ കിട്ടുന്നത് 76-നും 77-നും അങ്ങനെയൊക്കെ. ഡീസലിൻ്റെ വില മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഡീസലാണ് ഞാൻ അടിച്ചത്. അതുകൊണ്ട് എനിക്ക് ബില്ല് കാണിച്ചു തരാൻ കഴിയുന്നത് ഡീസലിൻ്റെ മാത്രമേ ഉള്ളൂ. പെട്രോളിൻ്റെ വില ഏകദേശം ഇതിന് ആനുപാതികമായിട്ടുണ്ടാവും മാറ്റം. ഞാനൊരു യാത്ര സംബന്ധിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ എന്നാണ് പേര്. അപ്പോൾ യാത്രയുമായി ബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ എന്നാണ്. യൂട്യൂബിൽ അഷ്റഫ് എക്സൽ എന്ന് സെർച്ച് ചെയ്താൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബഹുത് അച്ഛാ ദിൻ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.